അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെ അതുപോലെ സമകാലിക രാഷ്ട്രീയ മേഖലയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളിലെല്ലാം പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സംഘർഷങ്ങളും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്കുമപ്പുറം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയ്ക്ക് മറ്റൊരു ലോകമുണ്ട് എന്നുള്ളത്. കാരണം വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ വിഷയങ്ങൾ പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അത് ആദ്യമായി ഉയർന്നു വരുന്നത് അവിടെ ഉണ്ടാവുന്ന സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള സെക്ടേറിയനിസം, അത് ഷിയ സുന്നികളാവട്ടെ, സലഫി സൂഫി വിഷയങ്ങളാവട്ടെ, അതുപോലെ എത്നിക് പ്രശ്നങ്ങളുമാവട്ടെ, ഇതെല്ലാം പ്രധാനമായും ഈ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ അറബ്, പേർഷ്യൻ, തുർക്കി, ഇസ്രായേൽ, ഈ പ്രദേശങ്ങളെല്ലാം ഒരു സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന, അനിശ്ചിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന, അസമത്വങ്ങളും പ്രശ്നങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമായും, ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഭീകരതയും തീവ്രവാദവും അതിൽ നിന്നുണ്ടാവുന്ന ധാരാളം വിഘടനവാദങ്ങളും അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ എല്ലാം മൂലകേതു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളാണ്, അറബ് ഭാഗമാണ്, പശ്ചിമേഷ്യയാണ് എന്ന് പറയുന്ന ഒരു ക്ലീഷേഷ് സ്റ്റീരിയോ ടൈപ്പ് അക്കാഡമിക മേഖലയിലാവട്ടെ, പത്രപ്രസിദ്ധീകരണങ്ങളിലാവട്ടെ, അത് പോപ്പുലർ കൾച്ചറലുകളിൽ പോലും ആവട്ടെ, അത് പരന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യത്തിലാണ് വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇതിനേക്കാളും അപ്പുറം ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സെക്ടേറിയനിസം എന്നത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു പദപ്രയോഗമാണ്. അതായത് അവിടെ നടക്കുന്ന സകല സംഭവവികാസങ്ങളും പ്രശ്നങ്ങളും കോലാഹലങ്ങളും എല്ലാം ഷീ സുന്നി വിഭാഗീയതയുടെ ഭാഗമാണ്, അതിൽ നിന്ന് രൂപപ്പെടുന്നതാണെന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഒരു നാടെന്ന നിലയിൽ അവിടെ ഷിയാക്കളും സുന്നികളും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ സംഭവവികാസങ്ങളെല്ലാം അതിനേക്കാളും അപ്പുറം പ്രാദേശികമായ വിഭാഗീയത, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് എന്നീ തുടങ്ങിയ വിഷയങ്ങളിലും ഈ വിഷയങ്ങളെ കത്തിച്ചു നിർത്താൻ താല്പര്യമുള്ള പുറത്തെ എക്സ്റ്റേണലായ ആൾക്കാരുടെ തൽപര ശക്തികളുടെ ഇടപെടലുമാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സ്വാഭാവികമായും മുസ്ലിങ്ങൾ എന്ന നിലയിൽ വിഭാഗ്യത ഉണ്ടാവാം. എന്നാൽ ആ വിഭാഗ്യതയെ കത്തിച്ചു നിർത്തുകയും ആ വിഭാഗ്യതയാണ് അവിടെ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന തരത്തിലുള്ള ഒരു വായന വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ലോകത്തെ കുറിച്ചിട്ടുള്ള വളരെ ചുരുങ്ങിയ, റിജിഡായ, നാരോ മൈൻഡായ ഒരു കാഴ്ചപ്പാട് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ, കാരണമാവുകയുള്ളൂ. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സലഫി സൂഫി ഡൈമെൻഷൻ എന്ന് പറയുന്നത്. സലഫികളുമുണ്ട്, സൂഫികളുമുണ്ട്, അതല്ലാത്തവരുമുണ്ട്, മതരഹിതരായ ആൾക്കാർ പോലും അവിടെയുണ്ട്. അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങളും അവിടെയുണ്ട്. ഇവർക്കിടയിലുള്ള ഒരു സംഘർഷ ഭൂമിയാക്കി മാത്രം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയെ ചിത്രീകരിക്കുന്നത് പോലും അത് നിർണായക താല്പര്യമുള്ളവരുടെ, തൽപര കക്ഷികളുടെ മാത്രം ലക്ഷ്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിൻ്റെ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ഭാഗത്ത് പ്രശ്നങ്ങളില്ല, മതവിഭാഗ്യതയില്ല എന്ന അർത്ഥത്തിലല്ല. എന്നാൽ ആ വിഭാഗ്യതയൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും ഇതാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു പ്രശ്നം അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്നത് മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ലോകത്തെ പ്രധാനപ്പെട്ട 3 മതവിശ്വാസങ്ങളും, യഹൂദമതം, ജൂതമതം, ഇസ്ലാം, ഇതെല്ലാം ഉടലെടുത്തതും വളർന്ന് പന്തലിച്ചതും ഇപ്പോൾ ശക്തമായി നിൽക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്. നൂറ്റാണ്ടുകളായി പല ഘട്ടങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മതവിഭാഗീയതയും അതിൻ്റെ പേരിൽ ധാരാളം പീഡനങ്ങളും ഉണ്ടായപ്പോൾ പോലും ഈ 3 മതങ്ങളും അതല്ലാത്തവരും, ദുറൂസുകളാവട്ടെ, യസീദികളാവട്ടെ, മജൂസികളാവട്ടെ, പലരും ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ വളരെ സമാധാനത്തോടും സുരക്ഷിതമായും ജീവിച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്.
അതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ മതത്തിൻ്റെയും മതവിഭാഗീയതയുടെയും മതവർഗീയതയുടെയും ഒരു ലോകമായി ചിത്രീകരിക്കുന്നത് അത് ശരിയല്ല എന്നും അതിനേക്കാളും അപ്പുറം മറ്റൊരു ലോകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു വിഷയമാണ് അവിടെയുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം. അവിടെ മൊണാർക്കികളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കികളുണ്ട്. അതുപോലെ തന്നെ ഒരു ശരിയത്തി ബേസ്ഡായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടുന്ന സൗദി അറേബ്യയും ഇറാനെ പോലുള്ള രാഷ്ട്രങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ രാജകുടുംബങ്ങൾ തന്നെ ഭരിക്കുന്ന വിഭാഗങ്ങളും അവിടെയുണ്ട്. ഈ വിവിധ മത രീതികൾ അവിടെ ഉള്ളപ്പോൾ പോലും, ഭരണ രീതികൾ അവിടെ ഉള്ളപ്പോൾ പോലും ഇതിനെയെല്ലാം ഒരു ഏകീകൃത രൂപത്തിൽ കാണുന്നതും ശരിയല്ല. കാരണം അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവകാശങ്ങളില്ല, മൈനോരിറ്റിക്ക് അവകാശമില്ല. ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഒരു ലോകമായിട്ട് ചിത്രീകരിക്കുന്നത് പോലും അത് ഈ ലോകത്തെക്കുറിച്ചുള്ള ജഹാലത്തിൻ്റെ വിവരമില്ലായ്മയുടെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ ലോകത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ഡിമനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലോകത്തെക്കുറിച്ച് മിഡിൽ ഈസ്റ്റ് എന്നുള്ള പദപ്രയോഗം ഭീകരമായ അല്ലെങ്കിൽ അതിനിർണായകമായ ഒരു പദപ്രയോഗം കൂടിയിട്ടാണ്. കാരണം പടിഞ്ഞാറൻ ഈ പ്രദേശം മിഡിൽ ഈസ്റ്റ് ആണ് എന്നത് ശരി തന്നെയാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അക്കാദമിക മേഖലകളിൽ അത് ഈസ്റ്റിൽ നിന്നാവട്ടെ, സൗത്ത് ഏഷ്യയിൽ നിന്നാവട്ടെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാവട്ടെ, അവിടെ നിന്നുണ്ടാവുന്ന ഈ ഈ മേഖലയിൽ ഉണ്ടാവുന്ന വർക്കുകളിലെല്ലാം മിഡിൽ ഈസ്റ്റ് എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത് ഒരു കൊളോണിയൽ ഹാങ് ഓവറിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വെസ്റ്റ് ഏഷ്യയാണ്. നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന, ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന പ്രദേശത്തെ നമ്മളിപ്പോഴും മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് അതൊരു കൊളോണിയൽ ഹാങ് ഓവറിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ. അതായത് ഈ പ്രദേശത്തിൻ്റെ ഭൗമരാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും അവിടുത്തെ പോപ്പുലേഷനും അവിടുത്തെ ഡയാസ്പോറയും ഒക്കെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല എങ്കിൽ നമുക്ക് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെക്കുറിച്ച് ഒരു വ്യക്തമായ പിക്ചർ ലഭിക്കുവാൻ തടസ്സമാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഓറിയന്റലിസം എന്നുള്ള പദപ്രയോഗം. കാരണം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ മേഖലയെക്കുറിച്ച് വളരെ ഭീകരമായ, വളരെ ഗൗരവതരമായ, മോശമായ തരത്തിലുള്ള ഒരു ഇമേജ് പോർട്രേറ്റ് നിർമ്മിക്കുന്നതിൽ ഓറിയന്റലിസ്റ്റ് സ്റ്റഡീസും ഓറിയന്റൽ സ്കോളേഴ്സിൻ്റെയും സുപ്രധാനമായ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഡ്വേർഡ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ ഓറിയന്റലിസം എന്നുള്ള ബുക്കിൽ ഈ ഒരു വിഷയത്തെ കൺസെപ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്ന ധാരാളം ചിന്തകൾ അദ്ദേഹം ആ ബുക്കിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഈസ്റ്റിനെ, അതായത് ഓറിയന്റ് എന്നത് പറഞ്ഞാൽ ഈസ്റ്റ് എന്നാണല്ലോ എൻ്റെ അർത്ഥം. ആ ഈസ്റ്റിനെ വെസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഇൻഫീരിയർ ആയ, വളരെ എക്സോട്ടിക് ആയ, അതുപോലെ തന്നെ വെസ്റ്റിന് എതിർ നിൽക്കുന്ന അതറായ, അപരനായ ഒരു ഇമേജാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഇവർ നൽകുന്നത്. അതുപോലെ തന്നെ എഡ്വേർഡ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ ഈ ഓറിയന്റലിസം എന്നുള്ള വർക്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇതൊരു വെറുമൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ് എന്നതിനേക്കാളും അപ്പുറം അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ഡൈനാമിക്സിൽ പോലും ഇത് വളരെ വ്യക്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കൊളോണിയലിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും ഭാഗമായും അതുപോലെ തന്നെ വെസ്റ്റേൺ പണ്ഡിതന്മാരും ബ്യൂറോക്രാറ്റ്സുകളും അവരും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും അടക്കമുള്ള ആൾക്കാരെല്ലാം ഈ ഒരു കാഴ്ചപ്പാടിലൂടെയും വെസ്റ്റിൻ്റെ പടിഞ്ഞാറിൻ്റെ സ്വന്തം താല്പര്യങ്ങളുടെയും മുൻധാരണകളുടെയും കാഴ്ചപ്പാടിൻ്റെ ആ രീതിയിൽ മാത്രമാണ് ഈസ്റ്റിനെ നോക്കിക്കാണുന്നതെന്ന് അദ്ദേഹം കാണുന്നുണ്ട്. അതായത് ഒരു ഓറിയൻ്റൽ ഗേസ്, ഒരു വെസ്റ്റേൺ ഗേസ്, യൂറോസെൻട്രിക് ഗേസ്, യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു ഗേസ് ആണ് ഈ ഒരു വിഷയത്തിൽ അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അവരുടെ മുമ്പിൽ ആദ്യം കാണുന്ന വിഷയങ്ങളൊന്ന് വെയിലാണ്, മുഖം മൂടി, മുഖം മറയ്ക്കുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭീകരവാദം, ടെററിസ്റ്റ് എന്ന് പറയുന്ന വസ്ത്രധാരണം, അതിനേക്കാളും അപ്പുറം എക്സോട്ടിക് ബ്യൂട്ടി എന്ന നിലയിലും ഇത്തരത്തിലുള്ള വളരെ സിംപ്ലിസ്റ്റിക്കായ വിശകലനങ്ങളുടെ നരേറ്റീവുകളിലൂടെ ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ വിശിഷ്യ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു
സ്റ്റീരിയോടിപ്പിക്കൽ രീതികൾ പോലും നമുക്ക് ഓറിയന്റലിസ്റ്റ് രചനകളുടെ ആ ഉൾത്തലങ്ങൾ നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ വെസ്റ്റ് സ്വയം പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ഒരു ഇമേജിനെക്കുറിച്ച് എഡ്വേർഡ് സയ്യിദ് വിശദീകരിക്കുന്നുണ്ട്. അവർ റാഷണലായും മോഡേണായും സുപ്പീരിയറായും അവർ സമർപ്പിക്കുമ്പോൾ, പോർട്രേ ചെയ്യുമ്പോൾ, ഇതിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറാഷണലായ, വളരെ കൺസർവേറ്റീവായ, അതുപോലെ തന്നെ ഇൻഫീരിയർ ആയ ഒരു ലോകം എന്ന നിലയിലാണ് ഇവർ ഈസ്റ്റിനെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി അതൊരു ഈ ലോകതലത്തിൽ ഗ്ലോബൽ ലെവലിൽ തന്നെ ഓറിയന്റലിസം എന്ന് പറയുന്നത് അക്കാദമിക് ഡിസിപ്ലിനുകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുകയും അവിടെയുള്ള വിവിധ തരത്തിലുള്ള മീഡിയ റെപ്രസെൻറ്റേഷൻസിന് പോലും ഈസ്റ്റിനെ കുറിച്ചിട്ടുള്ള മീഡിയ പ്രതിദാനങ്ങളിൽ പോലും ഓറിയന്റലിസം പ്രധാനപ്പെട്ട ഒരു മുഖമായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടിൽ ഈസ്റ്റ് എന്നത്, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ എന്നത് വളരെ ഇൻഫീരിയർ ആയ, വെസ്റ്റിന് സബ്സെർവിയൻ്റ് ആയ, അതുപോലെ തന്നെ വിമോചനം ആവശ്യമുള്ള ഒരു നാട്. അവിടെ ആ കൂടി അപരിഷ്കൃതരാണ്, പ്രാകൃതരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, വികസനമില്ലാത്തവരാണ്, ആധുനികതയിൽ ബന്ധമില്ലാത്തവരാണ്, തകർക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു സേവിയർ വേണം, ഒരു വിമോചകൻ വേണം എന്ന രീതിയിലാണ് ഈ ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിയോ ഓറിയന്റലിസം. നിയോ ഓറിയന്റലിസം എന്ന് പറയുന്നത് അത് 9/11 ശേഷം ലോകത്ത്, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും ഈസ്റ്റിലും വളരെ സജീവമായി ഉയർന്നു വന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇവർ ഈസ്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ പോലും വെസ്റ്റിൻ്റെ കണ്ണോടുകൂടി പടിഞ്ഞാറിൻ്റെയും യൂറോസെൻട്രിക്കായ ഗേസ് ഉപയോഗിച്ചുകൊണ്ട്, നോട്ടം ഉപയോഗിച്ചുകൊണ്ട് ഈസ്റ്റിൽ കിഴക്കിരുന്നു കൊണ്ട് സ്വന്തം നാടിനെ നോക്കുകയും എന്നിട്ട് ഈ ഒരു പിക്ചർ വെസ്റ്റേൺ നാടുകൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നിയോ ഓറിയന്റലിസം എന്ന് വിളിക്കുന്നത്. അതായത് ഒരേ സമയം തന്നെ ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അവർ സ്വയം സ്വീകരിക്കുകയും അത് തങ്ങളുടെ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതായത് ഇതിനെക്കുറിച്ച് ചില സ്കോളേഴ്സ് പറയുന്ന ഒരുതരം ഇൻഫോർമൻ്റായി, ഇവിടെയുള്ള വിവരം മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്ന ഇൻഫോർമൻ്റായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ചില പണ്ഡിതന്മാർ നിയോ ഓറിയന്റലിസ്റ്റുകളെ ചിത്രീകരിക്കുന്നത്. വളരെ ഈസ്റ്റിനെ കുറിച്ച് വളരെ സിംപ്ലിസ്റ്റിക്കായ, വളരെ ബയാസ്ഡായ ഒരുപാട് പ്രതിദാനങ്ങൾ വെസ്റ്റിന് ചോർത്തി കൊടുക്കുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് വേഴ്സസ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈസ്റ്റിൽ ഇരുന്നു കൊണ്ട് അത് വിശാലമാക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലും നമുക്ക് ഈ നിയോ ഓറിയന്റലിസ്റ്റ് വിഭാഗത്തെ കാണാം. ഞാൻ ഈ രണ്ട് ചിന്തകളും, അതായത് ഓറിയന്റലിസ്റ്റ് ചിന്തകരെക്കുറിച്ചും ന്യൂ ഓറിയന്റലിസ്റ്റ് ചിന്തകരെക്കുറിച്ചും ഇവിടെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ അറബ് ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ എത്രത്തോളം ഈ ലോകത്തിനെ വളരെ വഷളാക്കി ചിത്രീകരിക്കാൻ സാധിച്ചോ അത്രത്തോളം ചെയ്ത വിഭാഗം എന്ന നിലയിലാണ്. അതേസമയം തന്നെ നമുക്ക് ഇവരെ ജനറലൈസ് ചെയ്യുവാനും സാധിക്കില്ല. പ്രത്യേകിച്ച് ഓറിയന്റൽ സ്കോളേഴ്സ് ഓറിയന്റലിസം എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക്കായ വിഭാഗമല്ല. ഇസ്ലാമിനെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായി പഠിക്കുകയും അതേസമയം തന്നെ വളരെ സൗഹാർദ്ദത്തോടും ഒരു സമന്വയത്തോടും കൂടി ഈ മുസ്ലിം ലോകത്തെ പരിചയപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്ത ധാരാളം പണ്ഡിതന്മാരും ഓറിയന്റലിസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇപ്പോൾ ജോൺ ലെസ്പോസിറ്റെ പോലെ, ജെയിംസ് പിസ്കറ്ററിയെ പോലെ ധാരാളം പണ്ഡിതന്മാർ ഓറിയന്റലിസ്റ്റുകളായി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം ഗോൾഡ് സീഹറിനെ പോലെ, അതിൻ്റെ കൂടെ ബെർണാ ലൂയിസിനെ പോലുള്ള ആൾക്കാർ ഓറിയന്റലിസ്റ്റ് വിഭാഗത്തിൽ തന്നെ സജീവമായിരുന്നു. അവർ അതിക്രൂരമായി തന്നെയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും, മുസ്ലിം പ്രദേശങ്ങളെയും, മുസ്ലിം കൾച്ചറിനെയും, പ്രത്യേകിച്ച് അറബ് കൾച്ചറിനെയും വളരെ ഡീമനൈസ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ അവരുടെ രചനയിലും ചിന്തയിലും അവർ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതും നമുക്ക് ഈ ഓറിയൻസിൻ്റെ ചർച്ചയിൽ കാണാം. അതുകൊണ്ട് തന്നെ ഓറിയന്റലിസം എന്ന് പറയുന്നത് ഒറ്റ മോണോലിത്തിക്കായി മനസ്സിലാക്കുന്നതിനപ്പുറം
ഓറിയന്റലിസത്തിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഇസ്ലാമിക, മുസ്ലിം, അറബ്, വെസ്റ്റേഷ്യൻ ലോകത്തെ കുറിച്ചിട്ടുള്ള വളരെ പ്രതിലോമകരമായ പിക്ചറുകൾ സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ ചിന്തകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിച്ചതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അക്കാഡമിക് ഡിസിപ്ലിനുകൾ അതിനെ അതേപടി സ്വീകരിക്കുകയും അതേപടി അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അത് പോപ്പുലർ കൾച്ചറിലേക്കും സിനിമയിലേക്കും ഗാനങ്ങളിലേക്കും ബാക്കിയുള്ള നാടകങ്ങളിലേക്ക് പോലും ഇത് കൂടുതൽ ശക്തമായി മാറിയതെന്ന് നമുക്ക് കാണാം. ഫ്രഞ്ച് പണ്ഡിതന്മാരിൽ ഒരാളായ വോൾട്ടയർ, അതായത് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കന്മാരിൽ ഒരായ വോൾട്ടയറിൻ്റെ പോലും ഒരു നാടകം മുഹമ്മദ് എന്നായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് നബിയെ അതിക്രൂരനായ ബാർബറിക്കായ ഒരാളെന്ന നിലയിലാണ് ചിത്രീകരിച്ചത്. ആ മനുഷ്യനാണ് ഇസ്ലാമിസം എന്ന് പറയുന്ന പദം പോലും കോയിൻ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ തരത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ രൂപപ്പെടുന്ന പദസഞ്ചയങ്ങൾക്ക് പോലും ഈ തരത്തിലുള്ള ഇസ്ലാമോഫോബൊക്കെയായ ആൾക്കാരുടെ പശ്ചാത്തലവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള ഓറിയന്റലിസ്റ്റ് നരേറ്റീവുകൾ ഈസ്റ്റിലേക്ക് എത്തുകയും അത് കടമെടുക്കുകയും മുസ്ലിം സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ വെസ്റ്റിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന കുത്തുബ് സഹോദരന്മാർ പരാമർശിച്ച പോലെ വെസ്റ്റോക്സിക്കേറ്റഡ് ആയ, വെക്സിൽ മതോന്മത്തരായ, പടിഞ്ഞാറിൻ്റെ ആശയങ്ങളിൽ മതോന്മത്തരായ ഒരുപാട് ആൾക്കാരെ ഈസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുവാനും ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമാണ്. അത് പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമായി വരുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കൂടെ ഏതൊക്കെ തരത്തിലാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊന്ന് ഹോളിവുഡാണ്. പോപ്പുലർ കൾച്ചറിൻ്റെ പ്രധാന ഇനമെന്ന നിലയിൽ അമേരിക്കൻ ബേസ്ഡായ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിരവധി ഇമേജുകൾ നമുക്ക് അറബ് ഇസ്ലാമിക ലോകത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. അത് ഒരു സ്ത്രീ എന്ന നിലയിൽ, ബെല്ലി ഡാൻസർ എന്ന നിലയിൽ സ്ത്രീനെ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ മുഖം മൂടുപടം പോലും അണിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലയിൽ സപ്രസ്ഡ് ആയ, വോയിസ് ഇല്ലാത്ത, വോയിസ്ലെസ് ആയ, ഡിപ്രസ്ഡ് ആയ, മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യവർഗം എന്ന നിലയിൽ സ്ത്രീനെ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവിടെയുള്ള ധനിക ആൾക്കാരുടെ ഒരു ഭോഗവസ്തു എന്ന നിലയിൽ ബെല്ലി ഡാൻസർ എന്ന് പറയുന്ന ഇമേജ് രൂപപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടെറർ എന്ന നിലയിൽ ടെററിസ്റ്റുകൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അറബ് വസ്ത്രം ധരിക്കുന്ന, ഫലസ്തീനിയൻ കുഫിയ ധരിക്കുന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ പോലും, കേരളത്തിലെ നാടക രൂപമേഖലകളിൽ പോലും ടെററിസ്റ്റ് ആവണമെങ്കിൽ ഫലസ്തീനിയൻ കുഫിയ ധരിക്കുന്ന ഒരാൾ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് മാറിയത് ഈ തരത്തിലുള്ള ഹോളിവുഡ് പോപ്പുലർ കൾച്ചറിൻ്റെ ഇമേജ് ക്രിയേഷനിലൂടെയാണ്. അതുപോലെ തന്നെ അക്കാഡമിയയിൽ ഇസ്ലാമിക, മുസ്ലിം, അറബ്, വെസ്റ്റേൺ ലോകത്തെക്കുറിച്ചും ഈ തരത്തിലുള്ള പോർട്രേറ്റുകൾ സജീവമായ ഒരു കാലഘട്ടവും നമുക്ക് കാണുവാൻ കഴിയും. നിരവധി രചനകളിലൂടെ ഒരുപാട് പഠനങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ജാക്ക് ഷഹീനിൻ്റെ ഈ അറബ് എങ്ങനെയാണ്, അറബ്സ് ഇൻ റീൽസ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഈ അറബുകളെ എങ്ങനെയാണ് പോപ്പുലർ കൾച്ചറുകളിൽ ചിത്രീകരിക്കുന്നതെന്ന് അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ ബെല്ലി ഡാൻസർ എന്ന നിലയിൽ ഒരു സ്ത്രീ ഭോഗവസ്തുവായ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയ സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ടെറർ എന്ന നിലയിൽ ടെററിസത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതല്ലെങ്കിൽ ധനികനായ, വളരെ മതോന്മത്തനായി ജീവിക്കുന്ന, എല്ലാ തെമ്മാടിത്തരത്തിനും കൂടി നിൽക്കുന്ന ധനികനായ ഒരു ഷെയ്ഖ് എന്ന തരത്തിലുമാണ് അറബ് മുസ്ലിം ജനസമൂഹത്തെ ഹോളിവുഡ് സിനിമകളിലും മറ്റും ചിത്രീകരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു പ്രിൻ്റ് പതിപ്പാണ് അക്കാഡമിയ ലോകത്തുമുള്ളത്. അറബ് ലോകം എന്ന് പറയുന്നത് വോയിസ് ഇല്ലാത്ത, പീഡിപ്പിക്കപ്പെടുന്ന, ശബ്ദമില്ലാത്ത, അഭിപ്രായമില്ലാത്ത, അതുപോലെ തന്നെ ഡെമോക്രസിയും ഇതുപോലെ പുതിയ ചിന്തകൾക്ക് വാതിലുകൾ തുറന്നു കൊടുക്കാത്ത, സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത, റിജിഡായ, നാരോ മൈൻഡഡ് ആയ ഒരു ജനസമൂഹം എന്ന നിലയിൽ അക്കാദമിക രചനകളിൽ പോലും ഈ പോർട്രേറ്റ് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ തന്നെ വെസ്റ്റേൺ നാടുകൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ ഫോറിൻ പോളിസി ഐഡിയലുകളിൽ പോലും ഈ തരത്തിലുള്ള ഇമേജുകൾ രൂപപ്പെടുത്തി നമുക്ക് കാണാം. കോൾഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യകാലത്ത് US-ഉം അതുപോലെ തന്നെ USSR-ഉം തമ്മിലുള്ളൊരു ശീതയുദ്ധക്കാലം നമുക്കറിയാം. അന്ന് US-ൻ്റെ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകൾ അവർ രൂപപ്പെടുത്തിയ ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് റെഡ് എനിമിയായി മാറുന്നു, ഏത് ചുവപ്പൻ ശത്രു എന്ന രീതിയിലായിരുന്നു. പിന്നെ USSR-ൻ്റെ പതനം സംഭവിക്കുന്നതോടുകൂടി പിന്നീട് വരുന്ന പച്ച, ഗ്രീൻ എന്നത്
ഒരു എനിമിയായി മാറുന്നു. സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന രചനയിൽ, അത് ഫോറിൻ പോളിസി മാഗസിനുകളിൽ അദ്ദേഹം മാസങ്ങളായി എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൽ അദ്ദേഹം ഈ പറയുന്ന തരത്തിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ചിന്ത മുന്നോട്ട് വെക്കുന്നു. അതായത് ഇപ്പോൾ ഒരുപാട് നാഗരികതകളുടെ സംഘടനകളാണെങ്കിൽ പോലും അവസാനമുണ്ടാകാൻ പോകുന്നത് ഈ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ നാഗരികതയും ഇസ്ലാമിക നാഗരികതയും തമ്മിലുള്ളൊരു സംഘടനമാണ്. അതിൽ എങ്ങനെയാണ് അമേരിക്ക അതിജയിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് ഫുക്കുയാമ എന്ന് പറയുന്ന മറ്റൊരു ജാപ്പനീസ് അമേരിക്കൻ ചിന്തകനും അദ്ദേഹത്തിൻ്റെ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന രചനയും അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. ആ രചനയിൽ അപ്പോൾ അമേരിക്കൻ ക്യാപിറ്റലിസമാണ് ഉയർന്നു നിൽക്കുന്നതും ചരിത്രം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗേസിൻ്റെ വെസ്റ്റേൺ സുപ്പീരിയോറിറ്റിയെ ഉയർത്തി വെക്കുക എന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ഇതിനെതിരെയുള്ള ലോകങ്ങളെല്ലാം അത് ഈവിളായി ചിത്രീകരിക്കുന്ന ഇറാനെയും ചുറ്റുപാടുമുള്ള നാടുകളെയും ആക്സസ് ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവർ രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി. അതുമാത്രമല്ല, ബുഷിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു പുതിയ ചർച്ച സജീവമാകുന്നു. അതിന് പ്രധാന കാരണക്കാരൻ നമ്മൾ നേരത്തെ വിശദീകരിച്ച ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായിരുന്ന ബെർണാഡ് ലൂയിസ് ആണ്. ബെർണാഡ് ലൂയിസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു കോയിനേജ് പോലും രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡെമോക്രറ്റൈസേഷൻ ചിന്തയുടെ ഒരു കയറ്റുമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ഭാഗത്ത് സജീവമാവുന്നത്. അതായത് ഇറാഖിലെ അമേരിക്കയുടെ ശത്രുവായ സദ്ദാം ഹുസൈനെ നീക്കുകയും അവിടെ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് നടപ്പിലാക്കുകയും ചെയ്യുന്നതോടുകൂടി അവരെയൊക്കെയും വിമോചിപ്പിച്ചെടുക്കുന്ന ഒരു സേവിയറായി തങ്ങൾക്ക് മാറാമെന്നായിരുന്നു അമേരിക്ക ആഗ്രഹിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അമേരിക്കയുടെ സിൽബന്ദികളായ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ രാജകുടുംബങ്ങളിലേക്ക് അവർ കൈ തൊടുക പോലും ചെയ്തില്ല. കാരണം ഓൾറെഡി അവർ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കൂടെയാണ്. അതിനെതിരെ ആർക്കൊക്കെയുണ്ടോ അവിടെയാണ് ജനാധിപത്യം നടപ്പിലാക്കേണ്ടത് എന്ന രീതിയിലായിരുന്നു അവർ ചിന്തിച്ചത്. അതായത് ഈ ഒരു തരത്തിലാണ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ലോകത്തെക്കുറിച്ച് പൊളിറ്റിക്സിൽ പോലും ഈ ചർച്ച രൂപപ്പെട്ടത്. മറ്റൊന്ന്, ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബൈനറി, ഒരു ദ്വയം രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അത് പ്രധാനമായും ഈ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സിൻ്റെ സംഭാവന കൂടിയിട്ടാണ്. അതായത് ഇസ്ലാം എന്നത് ജിയോഗ്രഫിക്കലായ ഒരു മതമായി ചിത്രീകരിക്കുകയും വെസ്റ്റിനെതിരെ പ്രവർത്തിക്കുന്ന, വെസ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, വെസ്റ്റിൽ നടക്കുന്ന സകല വികസനോത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മതം, അതായത് ഒരു ജിയോഗ്രഫിക്കലായ ഒരു മതം എന്ന നിലയിൽ അവർ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്ന് പറയുന്ന ഇമാജിനേഷൻ പോലും ഉണ്ടായത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, സ്പാനിഷ് ചരിത്രം നോക്കുക. ഏകദേശം 756 മുതൽ 1492 വരെയെങ്കിലും മുസ്ലിങ്ങൾ സ്പെയിനിലുണ്ടായിരുന്നു. ഇക്കാലഘട്ടം വരെയും മുസ്ലിങ്ങൾ സ്പെയിനിൻ്റെ പല ഭാഗങ്ങളും ഭരിക്കുകയുമായിരുന്നു. സ്പെയിൻ എന്ന് പറയുന്നത് എക്സ്ട്രീം വെസ്റ്റിൻ്റെ ഒരു ഭാഗം കൂടാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിനിൻ്റെ ആ ചരിത്രത്തെ നിഷേധിച്ചു കൊണ്ടാണ് ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്ന് പറയുന്ന ചർച്ച ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നാണ്, സ്പെയിൻ നശിച്ച് മുസ്ലിം ആധിപത്യം ഇല്ലാതാവുമ്പോൾ ഉസ്മാനിയ ഖിലാഫത്ത് ശക്തമാവുന്ന ഒരു പശ്ചാത്തലവും കൂടാണ്. യൂറോപ്പിൻ്റെ പകുതിയിലധികം രാഷ്ട്രങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലുള്ള സാമന്ത രാഷ്ട്രങ്ങളായി മാറിയ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. ഈ ഒരു ചരിത്രത്തിൻ്റെയും സാന്നിധ്യവും നിഷേധിച്ചുകൊണ്ടാണ് ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാമിനെ ജിയോഗ്രഫിക്കലായ ഒരു മതമായി ചിത്രീകരിക്കുന്നത്. അതേപടി അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ വെസ്റ്റിലാണ് ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടത്, ഇതേ വെസ്റ്റിലാണ് യഹൂദ മതവും രൂപപ്പെട്ടത്, ഇതേ വെസ്റ്റിലാണ് ഒട്ടുമിക്ക സംസ്കാരങ്ങളും പിറവിയെടുത്തത്. ആ ഒരു ചിന്ത പോലും ഉപേക്ഷിച്ചു കൊണ്ടാണ് ഈസ്റ്റിനെ ഇസ്ലാമിൻ്റെ പ്രദേശമായും വെസ്റ്റിനെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രദേശമായും ഇവർ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എന്ന നിലയിലാണ് ഇസ്ലാമോഫോബിയ ഈ ലോകത്ത് സജീവമായത്. നമുക്കറിയാം ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വലതുപക്ഷ ശക്തികൾ ഉയർന്നു വരികയും അവിടെ പള്ളികൾ നിർമ്മാണം തടയുകയും മുസ്ലിം വേഷവിധാനങ്ങളോടും ശരീഅത്തിൻ്റെ ആരാധനാനുഷ്ഠാനങ്ങളോടും ശക്തമായ വിമുഖത പ്രഖ്യാപിക്കുകയും ബാൻ ചെയ്യാനുള്ള നടപടികൾ സജീവമായും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ ഏതൊക്കെ തരത്തിൽ ഈ ഭാഗങ്ങളിൽ ഇസ്ലാം വിരുദ്ധമായ നീക്കങ്ങളുണ്ടോ
അവിടെയൊക്കെ കൂടുതൽ ഇസ്ലാം വ്യാപിക്കുന്നു എന്നുള്ളത് മറ്റൊരു പരമയാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ചർച്ചകൾ പോലും അത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ലോകത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വെസ്റ്റിൻ്റെ ഈ ചർച്ചകൾ പോലും സജീവമായത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയെക്കുറിച്ച് കാണേണ്ടത്? അതായത് ഈ സംഘർഷങ്ങളുടെ ഭൂമിയായി ചിത്രീകരിക്കുന്ന ഇതേ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്ക, എന്നാൽ സയോണിസ്റ്റുകളുടെയും ബാക്കിയുള്ള തൽപര കക്ഷികളുടെയും മൂവുകൾ, അവരുടെ നീക്കങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ വിഭാഗങ്ങൾ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന പ്രദേശമാണ്. ചരിത്രപരമായി അത് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിം ഭാഗങ്ങൾ വിവിധ മൈനോറിറ്റികളോടും വിവിധ മതവിഭാഗങ്ങളോടും എത്നിക് ഗ്രൂപ്പുകളോടും എത്ര വിധം സൗഹാർദ്ദമായി പെരുമാറി എന്നുള്ളത് സലാഹുദ്ദീൻ അയ്യൂബിയുടെയും മംലൂക്കിൻ്റെയും ഉസ്മാനിയ സൽത്തനത്തിൻ്റെ തന്നെയും തെളിവുകൾ മുന്നിൽ വെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ മില്ലത്ത് സിസ്റ്റം എന്ന പേരിൽ ഒട്ടോമൻ ഡൈനാസ്റ്റി, ഉസ്മാനിയ ഖിലാഫത്ത് രൂപപ്പെടുത്തിയ എല്ലാ മതവിഭാഗങ്ങളെയും അവരുടെ ദർബാറിലേക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനത്തിനാണ് മില്ലത്ത് സിസ്റ്റം എന്ന് വിളിച്ചത്. എല്ലാ മതവിഭാഗത്തിനും അവരുടെ ഒന്ന് രണ്ട് നേതാക്കന്മാരെ ഇവരുടെ ദർബാറിലേക്ക് എത്തിക്കുകയും അതുവഴി അവർക്കിടയിൽ അവരുടെ ശബ്ദം ദർബാറിൽ എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്ന സംവിധാനമാണ് മില്ലത്ത് സിസ്റ്റം. അത് ഉസ്മാനിയ ഖിലാഫത്ത് അവസാനം വരെയെങ്കിലും സൂക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് ചരിത്രപരമായി തെളിയിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾ, ഈ സംഘർഷങ്ങൾക്കപ്പുറം വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ഇസ്രായേലിൻ്റെ ഭരണ ക്രൂരതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇസ്രായേലി യഹൂദന്മാർ തന്നെയാണ്. അവിടെ ഓർത്തഡോക്സ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായ ഇസ്രായേൽ ഭരണവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നമുക്കിപ്പോൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ BDSM എന്ന് ബോയ്ക്കോട്ട് ഡൈവേഴ്സിമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന BDSM മൂവ്മെന്റിന് നേതൃത്വം നൽകുന്നത് ഒട്ടുമിക്ക യഹൂദ പണ്ഡിതന്മാർ തന്നെയാണ്. നോർമാൻ ഫിങ്കർസ്റ്റൈൻ പോലുള്ള യഹൂദ പണ്ഡിതന്മാർ തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കെതിരെ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ക്രിസ്തീയ വിഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാം. കഴിഞ്ഞ മാർപ്പാപ്പ, മരണമടഞ്ഞ മാർപ്പാപ്പയുടെ എപ്പോഴും ഉള്ള എല്ലാ പ്രഭാഷണങ്ങളിലും, അദ്ദേഹത്തിൻ്റെ മരണം അടയുന്ന പ്രഭാഷണങ്ങളിൽ പോലും ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള സോളിഡാരിറ്റി പ്രഖ്യാപിച്ചും കൊണ്ടുമായിരുന്നു. അത്രത്തോളം മുസ്ലിം സമൂഹം അവിടെ ഫലസ്തീനിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും വിവിധ മതവിഭാഗങ്ങളുമായി കോഎക്സിസ്റ്റൻസ് തന്നെ ജീവിക്കുന്നു. പക്ഷേ ഈ ഇമേജ് തകർത്തുകൊണ്ട് മോശമായ ഒരു ഇമേജ് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട ഒരു വസ്തുത. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത അവരുടെ വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്ന വളരെ സുഭദ്രമായി ഈ ജനതയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. സമ്പന്നത എന്നത് ഒരു സമൂഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നതുകൊണ്ട് ധാരാളം പ്രൊഡക്റ്റീവായ, പ്രോആക്റ്റീവായ, ഡൈനാമിക്കായ സ്ട്രാറ്റജികൾ രൂപീകരിക്കുവാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ നമ്മൾ കണക്കെടുക്കുമ്പോൾ തന്നെ ചാരിറ്റി വർക്കുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. അതിനെ വളരെ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല സംവിധാനങ്ങളിലൂടെ അത് വിനിയോഗിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ കഴിയുമെന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഷേർഡായ ഒരു കൾച്ചർ, ഹിസ്റ്ററി അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ ഒരുമിച്ച് നിർത്തുവാനും ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് വലിയൊരു ഡൈനാമിസം ആയി മാറുന്നു. അതുപോലെ തന്നെ അറബി ഭാഷ എന്നതും പ്രധാനമായ ഒരു ഭാഗമായി മാറുന്നു. അവിടെ പേർഷ്യൻ ഉണ്ടെങ്കിൽ പോലും ഇറാനിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ആണെങ്കിൽ പോലും അവർ മതപണ്ഡിതന്മാർക്ക് നല്ല റോൾ ഉള്ളത് കൊണ്ടും അവർ അറബി പണ്ഡിതന്മാരും കൂടി ആയിരുന്നത് കൊണ്ടും ഇറാനിൻ്റെ അറബ് ലോകവുമായിട്ടുള്ള ഇഴുകിച്ചേരലുകൾ സാധ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു തരത്തിലുള്ള ഈ കൊള്ളക്കൊടുക്കുകൾ, നീക്കുപോക്കുകൾ, ആദാനപ്രദാനങ്ങളെല്ലാം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തിൻ്റെ പോസിറ്റീവായ ഒരു ഇമേജ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയെ കുറിച്ചിട്ടുള്ള ഇങ്ങനൊരു കാഴ്ചപ്പാട് കൂടി നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്കും അപ്പുറം വളരെ സമാധാനപരമായി ജീവിക്കുന്ന, അതുപോലെ തന്നെ സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന,
ഒരു പ്രശ്നരഹിതമായൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിവെക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ പോലും ചെയ്യാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് എന്ന് അറബ് സ്പ്രിംഗ് പോലുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പൊതുവെ അറബ് ലോകത്തെക്കുറിച്ചും വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനതകളെക്കുറിച്ചും വെസ്റ്റേൺ മീഡിയകളുടെയും ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടുടെയും പ്രധാന നരേറ്റീവാണ് ഇവർ മൂകരാണ് എന്നുള്ളത്. എന്നാൽ ഇവർ മൂകരല്ല, അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നവരാണ്. ഇപ്പോൾ നമുക്കറിയാം, പലസ്തീൻ വിഷയം നിലനിൽക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈജിപ്തിലാണ് എന്ന് നമ്മൾ പല ചർച്ചയിലും സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈജിപ്തിൽ പുതിയ നീക്കങ്ങൾ പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ചിന്തകൾ പോകുന്നു. അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഷയം അറബ് ലോകത്തിൻ്റെ പ്രധാന വിഷയമായി മാറുന്നു. അറബ് നാഷണലിസത്തിൻ്റെയോ, അത് ഇസ്ലാമിക് കോസായിട്ടോ, മനുഷ്യാവകാശത്തിൻ്റെ മേഖലയിലായിട്ടോ, റീജിയണൽ കോസായിട്ടോ പല ഡയമെൻഷൻ നമുക്ക് ഫലസ്തീനി ക്വസ്റ്റ്യൻ അറബ്, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കയ്ക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാട് ഫലസ്തീൻ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ഏകോപന ചിന്ത നൽകുവാനും കാരണമാവുന്നു. ഇതെല്ലാം ഒരു അറബ്, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ജനതയ്ക്ക് അവിടെ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തിനെയും ചെറുക്കുവാൻ പ്രധാനമായ ഒരു ഇൻസ്പിറേഷനായും പോലും ഫലസ്തീനൻ കോസ് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചർച്ചകളിൽ ഫലസ്തീൻ ഇത്രത്തോളം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അവിടുത്തെ എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസിനെ തടുക്കുവാൻ ഫലസ്തീനൻ കോസ് പ്രധാന ഇൻസ്പിറേഷനായും ചാലകശക്തിയായി മാറുന്നു എന്നതും കൊണ്ടാണ്. അപ്പോൾ ഈ സവിശേഷത അറബ്, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ലോകത്തെ ഏകോപിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്കും അപ്പുറം മറ്റൊരു ലോകവും അവരുടെ മുമ്പിലുണ്ട്. അത് അവരെ ഏകോപിച്ച് നിർത്തുന്നതാണ് എന്നതാണ് ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.